തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. അപ്പോഴാണ് സർക്കാർ ജനക്ഷേമത്തെക്കുറിച്ച് ഓർത്തത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിച്ചു. അവിടം കൊണ്ട് തീരുന്നില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ 31 ലക്ഷം പേർക്ക്. അംഗനവാടി ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെ നിരവധി വൻ പ്രഖ്യാപനങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് വന്നത് നന്നായി. സാമ്പത്തിക പ്രതിസന്ധിയുടെ കണ്ണീർ കഥകൾ തോർന്നു. പൂച്ച പെറ്റുകിടന്ന ഖജനാവിൽ പണം കുമിഞ്ഞുകൂടി. ഉദാരമതിയായ പിണറായി വിജയൻ സർക്കാർ എല്ലാം ജനങ്ങൾക്ക് വീതിച്ചു നൽകുന്നു. ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യം പോക്കാണ്. വിദേശ പര്യടനവും വിദേശ പ്രതിനിധി സമ്മേളനവുമൊക്കെയായി ചുരുങ്ങിപ്പോയേനെ പല മന്ത്രിസഭകളുടെയും പ്രവർത്തനങ്ങൾ. വോട്ട് ചെയ്യേണ്ട ദരിദ്രനാരായണന്മാർ ജീവനോടെ ഉണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഓർക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ്. ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാശ് ചെലവായാലും ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം. പറ്റുമെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ നടത്തണം. വോട്ട് ലക്ഷ്യമിട്ടല്ല നടപടികളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. പക്ഷേ ആ വാദം കേരളം അംഗീകരിക്കുമോ? ജനനന്മ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് ഇടതു കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. അത് കേരളം മുഖവിലക്കെടുക്കുമോ? തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറുക്കുവഴി മാത്രമാണോ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ബാലകൃഷ്ണൻ വടകരയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, വലിയ വൻ പ്രഖ്യാപനങ്ങൾ. അങ്ങ് ഈ പ്രഖ്യാപനങ്ങൾ കണ്ട് കേരളം ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്തൊരു ജനക്ഷേമം! അങ്ങ് ഈ സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. പ്രഖ്യാപനം വളരെ സന്തോഷമുണ്ട് സാർ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നമ്മൾ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് കൊടുക്കുന്ന കാര്യത്തെ പറ്റി തന്നെ നമ്മളെ പിങ്ക് കാർഡും മഞ്ഞ കാർഡിനുമാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അവർക്കൊരു ലളിതമായ കുറച്ച് കുറക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അർഹതപ്പെടാത്ത പലരും പിങ്കിലും മഞ്ഞക്കാർഡിലും ഉണ്ട്. അതവർ പരിശോധിച്ചിട്ടാണെങ്കിൽ ഇത് കൊടുക്കുന്നത് കുറച്ചുകൂടി കമ്മിയായിട്ട് കിട്ടും സർക്കാരിന്. കാരണം അർഹതപ്പെടാത്ത പലർക്കും ഇന്ന് വാർദ്ധക്യകാല പെൻഷനും കൊടുക്കുന്നുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മാസത്തിൽ വരുമാനമുള്ളവർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ വിജയമുണ്ടാകും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? റൈറ്റ്, ഞാൻ അന്നേ പറഞ്ഞല്ലോ സാർ. ഇടതുപക്ഷം അല്ലാതെ കേരളത്തിൽ ആര് വരാനാ സാർ? പിന്നെ വേറെ ഒന്ന്, ഈ ദൂർത്തടികളൊക്കെ മാറ്റി വെച്ചാൽ ഇതൊക്കെ നിശേഷം ചെയ്യാവുന്ന കാര്യങ്ങളാണ് സാർ. ഈ BJP അധികാരത്തിൽ വരുന്നല്ലേ പറയേണ്ടത്? അങ്ങ് ഒരു BJP അനുകൂലിയല്ലേ? അല്ല, BJPയുടെ സപ്പോർട്ട് ആണല്ലോ സാർ. BJP സപ്പോർട്ട് കൊടുക്കണോ? ഇത് റൈറ്റ് അല്ലേ? അതെന്ത് സംശയം സാർ? BJP CPM ഡീലല്ലേ സാർ കേരളത്തിൽ നടക്കുന്നത്? അതിനെന്താ അഭിമാനക്കുറവ് പറയുന്നതിന്? ഇതൊക്കെ മോഡി കൊടുക്കുന്നത് കണ്ട് പഠിക്കുന്ന ഒരു പകർപ്പല്ലേ ഇത്? 2000 രൂപ കൃഷിക്കാരന് 4 മാസം കൂടും 2000. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ ആരും കൊടുത്തിട്ടുണ്ട്. എലിയാസ് എറണാകുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. എലിയാസിന് എന്തോ ടെലിഫോൺ പ്രോബ്ലം ഉണ്ട്. പ്രദീപ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. പ്രദീപേ, ഈ വർധന ജനങ്ങളുടെ നേട്ടം ലക്ഷ്യം കണ്ടാണ്, അല്ലെങ്കിൽ ജനക്ഷേമം ലക്ഷ്യം വെച്ചാണ് എന്ന് പ്രദീപ് കരുതുന്നുണ്ടോ? ഇത് കരുതുന്നില്ല. ഇത് ഇലക്ഷൻ സെറ്റപ്പ് അത്. അതല്ലേ, ഇലക്ഷൻ 3-4 മാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കേസ്. ഇത് എത്രമാത്രം ശരിയാവുന്നുള്ള എപ്പോ നടക്കുന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇപ്പോ പൈസ വന്നേക്കണം. വേറെ മറ്റേ സർക്കാർ കരുതുന്ന അവരെ തലയിൽ കട്ട പോയി കഴിയും, അവരെ തലയിലിരിക്കും. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. ഗൗതം കാസർഗോഡ് നിന്ന് വരികയാണ്. ഗൗതം, വലിയ വൻ പ്രഖ്യാപനങ്ങളാണ്. ഗൗതം ഇടത് പക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളാണ്. ഈ ക്ഷേമ പെൻഷൻ വല്ലതും വാങ്ങിക്കുന്നവരെ അറിയാമോ? അവരൊക്കെ എന്താ പറയുന്നത്? ഗൗതം, സർക്കാരിനെ അനുകൂലിക്കുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവര് മാത്രമല്ല, എല്ലാവരും കൈനീട്ടി അഭിനന്ദിക്കും സർക്കാരെ. ഇത് കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നില്ലേ ഗൗതം? ഈ ഇലക്ഷന്റെ തൊട്ട് മുന്നേ വെച്ച് ഈ പേരുദോഷം കേൾക്കണോ? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ പറഞ്ഞ കാര്യമാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇത് നേരത്തെ കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നില്ലേ? സർക്കാർ വന്നിട്ട് 4.5 കൊല്ലമായില്ലേ? ഈ പാവങ്ങൾക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം നേരത്തെ കിട്ടുമായിരുന്നില്ലേ ഗൗതം? പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ
ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ചെയ്തത്. പക്ഷെ പിണറായി സർക്കാർ വികസനം കൊണ്ടുവരുന്നുണ്ട്, അത് മനസ്സിലാക്കൂ. എന്തിനും ഏതിനും എതിർക്കരുത്. ഇല്ല ഞാൻ എതിർക്കുന്നൊന്നുമില്ല. എനിക്ക് മനുഷ്യർക്ക് പൈസ കിട്ടുന്നതിനൊക്കെ സന്തോഷം തന്നെയുള്ളൂ. പക്ഷേ ഗൗതം, ഇതിൽ എന്താ ചെറിയ പ്രശ്നം എന്നറിയാമോ? ഇത് വേറെ സ്ഥലത്ത് BJP സർക്കാർ നടത്തുമ്പോൾ നിങ്ങൾ ബീഹാറിൽ ഇതുപോലെ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്, ജാർഖണ്ഡിൽ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വർധന വരുമ്പോഴൊക്കെ നിങ്ങൾ ഇതല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾ മാറ്റിയാ പറയുന്നത്, അത്രയേ ഉള്ളൂ. ശരി, ഒരു കാര്യം പറഞ്ഞു. ബാലകൃഷ്ണൻ വടകര പാർട്ടി മാറിയതിൽ അഭിനന്ദിക്കുന്നു. പാർട്ടി മാറിയിട്ടില്ല, നിങ്ങൾ ഒറ്റക്കെട്ടാന്നാണ് അയാൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് കാര്യം പറയുന്നു. അദ്ദേഹം ധൈര്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ? ഞാൻ ബഹുമാനപ്പെട്ട അങ്ങ് വെല്ലുവിളിക്കുന്നു. എന്താ അറിയോ, നിയമത്തുണ്ടായ ഒരു അക്കൗണ്ട് പൂട്ടിച്ചല്ലേ ശിവൻകുട്ടി വന്ന് നിയമസഭയിലേക്ക്? അത് കെ മുരളീധരൻ പറയുന്ന അദ്ദേഹം മത്സരിച്ചുകൊണ്ടാണെന്ന് നോക്കാം. ഏതായാലും അയാള് പമ്പര വിട്ട് ഓർത്തു, തൃശ്ശൂരിലത്തെ ഓട്ടോ കൊടുത്തു, എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞ്. ശരി, പോട്ടെ, നമ്മൾ വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് പോണ്ട. സൂപ്പി എന്നോടൊപ്പം ചേരുന്നത് വെള്ളമുണ്ടയിൽ നിന്നാണ്. സൂപ്പി, നമസ്കാരം. ഇത് 35-നും 60-നും ഇടയിലുള്ളവർക്ക് പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ കിട്ടാൻ പോവുകയാണ്. 31 ലക്ഷം ആളുകളിലേക്ക് അത് എത്തുന്നു കേട്ടോ. പ്രതിവർഷം 38,000 കോടി രൂപയുടെ പദ്ധതി. ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി കണ്ടാലും അതിനപ്പുറത്തേക്ക് ഇത് ജനക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ സ്റ്റണ്ടാണെന്ന് പറയുന്നവരുണ്ട്. ശ്രീ സൂപ്പി ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? നിഷ്പക്ഷമായി പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി ചെയ്തത്. പക്ഷെ അതിന്റെ കൂടെ ഭിന്നശേഷിക്കാരെ ഞങ്ങളിപ്പോൾ, ഞാൻ പഞ്ചായത്ത് ഭിന്നശേഷിന്റെ പ്രസിഡന്റ് കൂടിയാണ്. കാരണം ഭിന്നശേഷിക്കാർക്ക് ഈ സാർക്ക് ഒരു സർക്കാർ ഒരു പ്രഖ്യാപനം കാണുന്നില്ല. അതെന്താണ്? അതിലൊന്നും ഞാൻ കണ്ടില്ല. കാരണം ഇത് ഭയങ്കരമായ ആ സൂപ്പി ഉപയോഗിച്ച ആ ഒരു കാര്യം, ഉദ്ദേശിച്ച ആ കാര്യം വളരെ പ്രസക്തമാണ് കേട്ടോ. കാരണം ഞാൻ പലയിടത്തും കാണുകയാണ്, നമ്മൾ ഇനിയും കുറേ കൂടി ഈ ഭിന്നശേഷി സൗഹൃദമാകേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, പലയിടത്ത് ആളുകൾ നേരിടുന്ന പ്രയാസങ്ങൾ ഇപ്പം ഞാൻ പലപ്പോഴും കാണുകയാണ്. അതുപോലെ അവരെ അങ്ങനെ വലിയ രീതിയിൽ സർക്കാർ കാണുന്നുണ്ട്. ചിലയിടത്തൊക്കെ റാമ്പൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും തീരുന്നില്ല അല്ലേ? ഒരു മിനിറ്റ്. കാരണം ഭിന്നശേഷിക്കാർ റേഷൻ കാർഡില്ലേ, നിങ്ങൾക്ക് പിന്നെ ഭിന്നശേഷിക്കാർ റേഷൻ കാർഡ് താഴെ ഘടകത്തിലില്ല, എല്ലാം അധികം മുമ്പന്തിയിലല്ല. കാരണം എന്താ വെച്ചാല് ഭിന്നശേഷിയിൽ ഒരു വീട്ടിൽ ഒരാള് ജോലിയല്ല, സാധാരണ ഒരു ഭിന്നശേഷി അല്ലാത്ത ആളുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ റേഷൻ കാർഡ് താഴത്ത് ആക്കുന്നില്ലല്ലോ. നമ്മളൊക്കെ സംബന്ധിച്ചിട്ട് എനിക്കൊന്നും ഒരു പണിയെടുക്കാൻ പറ്റാത്ത ഒരാളാ. എന്റെയൊക്കെ കാർഡ് മേലെ ആക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നെ 2-3 കാറുള്ള ആൾക്കാർ, 2 കാറുള്ള ആൾക്കാരൊക്കെ പിന്നെ റേഷൻ കാർഡ് നീല കാർഡ് ആക്കിയവരുണ്ട്. പക്ഷെ ഇതൊന്നും സർക്കാർ നോക്കുന്നില്ല. വെറുതെ കണ്ട വാരി കൊടുക്കുന്നത് അറിയാന്നല്ലാണ്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോ, പത്രസമ്മേളനത്തിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഭിന്നശേഷിക്കാർക്ക് എന്ത് ചെയ്തു? UDF കാരോടും ചോദിക്കുക, LDF കാരോടും ചോദിക്കുക. അത് നിർബന്ധമായി നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അത് സർക്കാർ ശ്രദ്ധപ്പെടുത്തണം. സുപ്രധാനമായ ഒരു വിഷയമാണ്. അവർക്ക് പരമാവധി സർക്കാർ ജോലികളൊക്കെ നൽകാനൊക്കെയുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും നോക്കാം നമുക്ക്. ഇത് അങ്ങ് പറയുന്നത് ഇത് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. വളരെ നന്ദി സൂപ്പി. നമുക്ക് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെൻഷൻ വാങ്ങിക്കുന്നവർ എന്താണ് ഇതേ സംബന്ധിച്ച് പറയുന്നതെന്ന് ഞാനൊന്നും കൂടി കേൾക്കാം. അപ്പോൾ ജനാർദ്ദനൻ വയനാട്ടിൽ നിന്ന് വിളിക്കും. ജനാർദ്ദനൻ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നയാളാണോ ശ്രീ ജനാർദ്ദനൻ? നമ്മൾ വാങ്ങുന്നുണ്ട് വികലാംഗ പെൻഷൻ. അത് ശരി. അത് ഈ നേരത്തെ സൂപ്പി പറഞ്ഞത് ഈ പെൻഷൻ വികലാംഗ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആ ഒരു വലിയ പരിഗണന സർക്കാരുകൾ നൽകുന്നില്ല, ഈ സർക്കാരല്ല പൊതുവെ സർക്കാരുകൾ നൽകുന്നില്ല എന്ന ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നത് ശരിയാണോ? ശരിയല്ലേ? എല്ലാവർക്കും ഒരേ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. എല്ലാവർക്കും ഒരേ മാതിരി തന്നെ നടപ്പിലാക്കി. ഇത് പെൻഷൻ നടപ്പിലാക്കി. ഇപ്പൊ 2000 രൂപ വർദ്ധിപ്പിച്ചത് നല്ല കാര്യമാണ്. ഇത് ഈ പെൻഷൻ വർദ്ധിപ്പിച്ച UDF ചങ്കെടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ജനാർദ്ദനൻ, ഇതൊന്ന് സർക്കാർ അധികാരത്തിലേറ്റതിന്റെ അടുത്ത മാസം നടപ്പിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സർക്കാർ ഘട്ടം ഘട്ടമായി ഒരു കുടിശ്ശികയില്ലാതെ ഇപ്പൊ തീർത്തു കൊടുക്കണ്ടല്ലോ. അവസാനം സർക്കാരിന്റെ കാലാവധി തീരാനുള്ള ഇനി 2 മാസം ഉള്ളപ്പോൾ ഇത് ആക്കുമ്പോ അതൊരു തെറ്റിദ്ധാരണ. എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വരികയായിരിക്കും, പക്ഷെ ഒരു തെറ്റിദ്ധാരണ വരൂലേ തെരഞ്ഞെടുപ്പിന്? അടുത്ത ഏപ്രിൽ ആകുമ്പോഴല്ലേ ഇത്. ഈ സർക്കാരിന്റെ കാലാവധി 2500 ആക്കും പെൻഷൻ. പക്ഷെ എല്ലാ പെൻഷൻ സർക്കാരാക്കും. അല്ല, അത് നേരത്തെ ആക്കിയാൽ എത്ര നന്നായിരുന്നു. ഈ 5 വർഷം ഇത് ആളുകൾക്ക് വാങ്ങിക്കാമായിരുന്നില്ലേ? അതല്ല, അത് നേരത്തെ ആക്കിയ ഇപ്പൊ കൊച്ചി കയറ്റി പോയി. അന്ന് സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പൊ പ്രതിസന്ധി തീർന്നോ ശ്രീ ജനാർദ്ദനൻ?
ഇപ്പൊ രേസം മെച്ചപ്പെട്ടു. അതുകൊണ്ട് ഗവൺമെന്റ് അതിന്റെ ഇതിലേക്ക് വന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ എന്താണ് ഈ പെട്ടെന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ തീരാൻ കാരണം ഞാൻ ആലോചിക്കുന്നു. ഓക്കെ, വേദൽ, താങ്ക് യു. യു ഡി എഫിന് വേറൊരു കാര്യം, യു ഡി എഫിന് വയറ് കാളുന്നുണ്ടാവും. യു ഡി എഫിലേക്ക് 18 മാസം കുടിശ്ശികാക്കി വെച്ച് ഇറങ്ങിപ്പോയാലാ അവർക്ക് ഒരു അർഹതയില്ലെന്ന് പറയാൻ. ശരി, ഓക്കെ, അവരെ വയറ് കാളും. ഓക്കെ. അപ്പം നിങ്ങൾ ജയിക്കോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് പറയുന്നത് അല്ലേ? കൊള്ളാം. ശരി. അബിത വയനാട് എന്നല്ലേ വിളിക്കുന്നത്? അതെ അതെ അതെ, ആബിദ വയനാട് പുത്തുമല. അത് ശരി. ശ്രീ ആബിദ മുത്തുമലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീമതി ആബിദ, ഇത് സ്ത്രീകൾക്കൊക്കെ വലിയൊരു പ്രഖ്യാപനം എന്ന നിലയിലാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. പ്രതിവർഷം 3800 കോടി രൂപയാണ് പല പദ്ധതികൾക്കായി സ്ത്രീകളുടെ ചെലവാക്കുന്നതെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി. അതെ അതെ. ഇത് കേൾക്കുമ്പോൾ ശ്രീമതി ആബിദയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് കുറെ വൈകിപ്പോയെന്ന് തോന്നുന്നു, അതോ ഇത് ഇങ്ങനെ കിട്ടിയാലും മതി എന്ന് തോന്നുന്നു? സാറേ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് 2019 ദുരന്തത്തില്, പുത്തുമല ദുരന്തത്തില് ഞങ്ങൾക്ക് സ്ഥലം നഷ്ടപ്പെട്ടിട്ട് വീട് വെക്കാനുള്ള കിടപ്പാട് നഷ്ടപ്പെട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ മുഖ്യമന്ത്രിന്റെ അടുത്ത് നേരിട്ട് പരാതി കൊടുത്ത വ്യക്തികളാണ്. 7 കുടുംബങ്ങളുണ്ട് സ്ഥലം നഷ്ടപ്പെട്ടവര് മാത്രം. ഇതുവരെ ഞങ്ങൾക്ക് അതിനൊരു ധനസഹായം പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വോട്ടുണ്ട്, വോട്ടും പാർട്ടിക്കാരെല്ലാവരും ഉണ്ട്. ആരുണ്ടായിട്ട് ഇപ്പൊ നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ പലതവണ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ വിഷയമെത്തി, പക്ഷേ 7 കുടുംബങ്ങളുടെ കാര്യം ഇപ്പോഴും ദുരവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഇത് 5 വർഷമായി ഒരു പരിഹാരവും ഇല്ല, ഒരു സ്ഥലവും കിട്ടിയില്ല അല്ലേ? ഇല്ല, സ്ഥലവും ഇല്ല. വീട് വെക്കാനുള്ള സ്ഥലമാണ് ഞാൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ദുരന്തത്തിൽ നഷ്ടപ്പെട്ടതാണ്. ഇത് എല്ലാ ചാനലുകാർക്കും അറിയാം, പാർട്ടിക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമുക്ക് ആ നഷ്ടപ്പെട്ടതിന് ഒരു പകുതിയെങ്കിലും അവർക്ക് തന്നൂടെ? പിന്നെ ഇപ്പൊ നമുക്കിത് കിട്ടിയിട്ട് എന്ത് കാര്യ? ഇപ്പൊ ആകെ കിട്ടിയ എന്ത് സഹായമാണ് സർക്കാരിൽ നിന്ന് അന്ന് തൊട്ട് കിട്ടിയത്? നമുക്ക് അന്ന് തൊട്ടിട്ട് അന്ന് ഇല്ല, വാടകയല്ല. നമുക്ക് അന്ന് കിട്ടിയത് ഒരു 10,000 രൂപ. ആ ഫസ്റ്റ് അടിയന്തര സഹായം ഒരു 10,000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ശരി. അത് വെച്ചാണ് ഇപ്പോ ഈ പുത്തുമലയിലെ വലിയ കണ്ണീർ ഞങ്ങൾ ഒപ്പി എന്ന് പറയുന്ന സർക്കാർ യോജിക്കുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ യോജിക്കുന്നില്ല, ഒരിക്കലും യോജിക്കുന്നില്ല. ഞങ്ങളോട് പറഞ്ഞത് സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇപ്പോഴും ഞങ്ങൾ നികുതി അടിച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥലത്തിന് നികുതി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങള്. ഇല്ലാത്ത സ്ഥലത്തിന് നികുതി അടച്ചുകൊണ്ടിരിക്കുക. അതെ, ഇല്ലാത്ത സ്ഥലത്തിന് നികുതി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ ആരെങ്കിലും കേൾക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ വിഷയം നമുക്കൊരു ദിവസം പ്രത്യേകമായി എടുക്കണം. ശ്രീമതി ആബിദ ഈ ഇങ്ങോട്ട് വിളിക്കുകയും ഇത് പറയുകയും ചെയ്തതിന് മതി. ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് അത്യന്തം ഗുരുതരമായ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് വാസയോഗ്യമല്ലാത്ത എസ്റ്റേറ്റ് പാടികളിലാണ് താമസിക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് അവർക്ക് പരാതി കൊടുത്തു. എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങൾ പരാതി കൊടുത്തതാണ്. പക്ഷെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. നോക്കാം. ഏതായാലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുന്നെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഒരു ശുഷ്കാന്തി കാണിച്ച സർക്കാർ ആബിദയുടെ കാര്യത്തിലും അതുപോലെ മറ്റ് 7 കുടുംബങ്ങളുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും വളരെ നന്ദി അവിടുന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷിജുവിന് പലതവണയായി അറിയേണ്ടത് ഞാൻ യൂട്യൂബ് കമൻറ്റ്സ് എവിടെ നോക്കിയാൽ വായിക്കുന്നതെന്നാണ്. അതൊക്കെ ഒരു രഹസ്യമാണ് ഷിജു. പിന്നെ കൃഷ്ണൻകുട്ടി പറയുന്നു ന്യൂസ് 18-ൻ്റെ ഇടത് വിരുദ്ധത അതാണ് ഇൻട്രോയിൽ കേട്ടത് എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻകുട്ടി, ഇത് ബീഹാറിൽ ഈ സർക്കാരുണ്ടല്ലോ, അവിടുത്തെ നിതീഷ് സർക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പേ പല വികസന പരിപാടികൾ അല്ലെങ്കിൽ ക്ഷേമ പ്രശ്നങ്ങളൊക്കെ നടപ്പിലാക്കി. അവിടെ നിങ്ങൾ പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഇടതിനെതിരുന്നേ ഉള്ളൂ, ബീഹാറിലെ ഇടതിനൊപ്പമാണ് ഞാൻ. ആ ഭാഷ നിങ്ങൾ അവിടെ ഉപയോഗിച്ച ആ വിമർശനത്തിൻ്റെ അതേ രീതി തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി എന്നെ ഇടത് വിരുദ്ധൻ എന്ന് വിളിക്കേണ്ട, വേണമെങ്കിൽ കേരള ഇടത് വിരുദ്ധൻ എന്ന് വേണമെങ്കിൽ തൽക്കാലം വിളിക്കാം. ബീഹാറിലെ ഇടത് നേതാക്കൾ അങ്ങനെ പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ ഇതാണ് അവിടെ പറഞ്ഞത്. MP മണി, സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ടുകളാകുന്നു, എന്നിട്ടും ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാന പെരുമഴ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് ഡോക്ടർ MP മണി പറയുന്നു. വളരെ സുപ്രസക്തമായ ചില വരികളാണ്. കാരണം ഇപ്പോഴും ഈ ഇത്രയും പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ ചെറിയ തുകയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതിയാണ് ഏറ്റവും
വികസിതമായ സംസ്ഥാനങ്ങളിലൊന്ന് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ സാഹചര്യമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം എന്ത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങയുടെ അഭിപ്രായം വളരെ വളരെ കൃത്യമാണ് ശ്രീ ഡോക്ടർ MP മണി. ആൻ്റണി മനു ഇന്ന് വരെ വളരെ സ്മാർട്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻ്റണി എത്ര എനിക്ക് സന്തോഷം തരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻ്റണി പലപ്പോഴും എന്നെ ഇങ്ങനെ പ്രശംസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പ്രശംസ വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ പോസിറ്റീവ് സമീപനം ഒക്കെ പ്രശംസനീയമാണ് എന്ന് പറയുന്നു ആൻ്റണി. താങ്ക് യു ആൻ്റണി, എൻ്റെ 1000 ഉമ്മകൾ. ഓക്കെ, ജയകുമാർ പറയുന്നു, നമസ്കാരം. 9.5 കൊല്ലം ജനക്ഷേമമൊന്നും കണ്ടില്ല. ജനങ്ങളെ പിഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അടുത്ത സർക്കാരിൻ്റെ തലയിൽ കൊണ്ടിടാനാണ് ശ്രമം എന്ന് പറയുന്നു. അപ്പോൾ ഗൗതം പിണറായി 3.0യ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വെരി ഗുഡ്. ഓക്കെ, പ്രതിപക്ഷത്തിൻ്റെ നട്ടും ബോൾട്ടും പോലെയല്ല പറയുന്ന പ്രസ്താവനകൾ. പ്രതിപക്ഷം ഞെട്ടും. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പ്രതിപക്ഷത്തിന് നെട്ടും ബോട്ടും പോയി എന്ന് പറയുന്നു. സുനിൽകുമാർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ മനു ഈ വിഷയം ചർച്ച ചെയ്ത് നന്നായി എന്നാണ് ഗൗതം പറയുന്നത്. നന്നായി. ഓക്കെ, എനിക്ക് ആളുകൾക്ക് പൈസ കിട്ടുന്നതിലൊക്കെ സന്തോഷമുള്ളൂ. കുറച്ചും കൂടി നേരത്തെ കിട്ടണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ, ഹലോ. ഇതൊക്കെ പറയണെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീനിവാസൻ എന്തെങ്കിലും തരത്തിലുള്ള പെൻഷൻ വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു കേൾക്കണം സാറേ. 2500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 5 വർഷമായി. ഇത് ഇലക്ഷനിൽ തലേദിവസം ഈ 2000 ആക്കിയിട്ട് 2000 പേർക്ക് കൂടിയത് അത് 2500. ഇതിപ്പോ പറ്റിക്കലായിരുന്നു. 5 കൊല്ലം ഇവര് എവിടെയായിരുന്നു ഇലക്ഷന്? ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം സംശയം സാറിനോട് ചോദിച്ചോട്ടെ. ഇപ്പൊ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കണം പറയുന്നത് അതെങ്ങനെയാണോ സാറേ? ഒരു വീട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കാനുള്ള സ്ത്രീകൾക്കല്ലേ മറ്റൊരു വഴിയും ഇല്ലാത്ത സാധാരണക്കാരെ, വളരെ വളരെ പാവപ്പെട്ട ദാരിദ്ര്യ രേഖയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കല്ലേ 1000 രൂപ കിട്ടിക്കോട്ടെ. എത്ര പണം അത് കിട്ടോട്ടെ. അതെങ്ങനെ ഒരു വീട്ടിൽ ഒരാൾക്ക് 2000 കിട്ടുമ്പോ അതിന് ഭാര്യയ്ക്കും 1000 രൂപ കൊടുക്കുന്ന അത് കൂടിപ്പോണെന്നാണ് എന്റെ അഭിപ്രായം. അത് വിട്ടുകിട്ടത് പാവങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെയോടൊപ്പം അടുത്ത് ചേരുന്ന ശ്രീ ശശിധരൻ വയലാറാണ്. ശശിധരൻ വയലാറൊക്കെ ആയിട്ട് സംസാരിച്ച് കുറച്ച് ദിവസമായി. ശശിധരൻ വയലാർ, നമസ്കാരം. നമസ്കാരം. ശശിധരൻ വയലാർ വാങ്ങിക്കുന്നുണ്ടോ? ആരോഗ്യത്തെ പറ്റിയൊക്കെ രേഖപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹലോ, കേൾക്കാവാ? കേൾക്കാം. പിന്നെ സുഖാണോ മനുവിന്? സുഖം, പരമസുഖം. അപ്പൊ ഇച്ചിരി അവശനാന്നുള്ള രീതി 2 മിനിറ്റ് തരിക. പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ് ഞങ്ങൾ രണ്ടുപേരും. ഏത് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്? അങ്ങ് അല്ലാത്ത പെൻഷനല്ലേ വാങ്ങിക്കുന്നത്? സർക്കാർ പെൻഷനല്ലേ വാങ്ങിക്കുന്നത്? അല്ലല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. 71 ആയാളല്ലേ. ഓഹോ, അത് ശരി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഞാനും വൈഫും ഉണ്ട്. അപ്പൊ ഇത് വൈകിപ്പോയി എന്നൊരു ആശങ്കയാണോ? അപ്പൊ കിട്ടിയത് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ എന്ന സന്തോഷമാണ്. എന്താണ് അങ്ങേക്ക് പങ്കുവയ്ക്കാൻ? എനിക്ക് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളെപ്പോലുള്ള പ്രാർത്ഥന ഈ ഇലക്ഷന്റെ കാലാവധി 2 വർഷമായിട്ട് ചുരുക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ കൊല്ലവും പെൻഷൻ വർദ്ധിക്കും എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? വേറൊരു നല്ലൊരു ട്രാജഡിയും കോമഡിയും ഒക്കെ കൂടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാലാവധി തീരുന്നതിന് 1 മാസം മുമ്പ്, അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇത് 2500 ആക്കി പ്രഖ്യാപിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പ്രഖ്യാപിച്ച 2 പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളാണല്ലോ, അപ്പൊ അത് ഒരു ഇടതനുകൂല നിലപാടിലേക്ക് ശ്രീ ശശിധരൻ വയലാറിനെ കൊണ്ടെത്തിക്കുവോ? അല്ല, മനസ്സതാണല്ലോ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അതാണെന്നുള്ളത്. വിമർശിക്കുന്നത് തെറ്റുകൾ കാണുമ്പോഴാണ്. ശരി, ഞാനൊരു വിമർശകനാണ്. ശരി. പക്ഷെ എന്റെ മനസ്സ് ഏതായാലും പെൻഷൻ കൂടിയതിൽ കൺഗ്രാജുലേഷൻസ്. ഈ 2500 അല്ലാതെ കേട്ട ഒരു വാചകം കൂടെ, ഈ 2500 ആക്കിയിട്ട് വേറൊരു പണിയുണ്ട്. അതായത് എങ്ങനെയും 1 മാസം കൊടുത്ത് ഇത് നിലവിൽ വരുത്തും. അപ്പോ പിന്നെ സംഭവിക്കാൻ പോണത് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ വരുന്നത് UDF ആണെങ്കിൽ എച്ചിൽ പണി മേടിക്കും. കാരണം ഒരു കാരണവശാലും ഇത് മുടക്കാൻ ഈ ഇടതുപക്ഷം സമ്മതിക്കത്തില്ല. ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല കൊടുക്കാതെ. അവരാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ചെറിയ ഗോൾ അടിച്ചിരിക്കുകയാണ് ശ്രീ ശശിധരൻ വയലാറിന്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷം. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ മരുന്നിന് കഴിയുന്നില്ല. 2 പേരും അവസരമാണ്. ഈ നാക്ക് മാത്രമേ സ്ട്രോങ് ഉള്ളൂ. ഓക്കെ,
ഓക്കെ, മനുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. അപ്പോൾ വി സി തോമസ് പറയുന്നു, മനു എന്ത് വിമർശനം ഉന്നയിച്ചാലും ഒരു വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന 2 പേരുണ്ടെങ്കിൽ 4000 രൂപ ഒരു വർഷം. അപ്പോൾ ഒരു വർഷം 4000 രൂപ ഒരു മാസം, അപ്പോൾ ഒരു വർഷം 48,000 രൂപ അപ്പോൾ ഒരു കുടുംബത്തിന് ലഭിക്കും. എനിക്കും ഭാര്യയ്ക്കും അങ്ങനെ ലഭിക്കുന്നുണ്ട് എന്ന് വി സി തോമസ് പറയുകയാണ്. ശ്രീ വി സി തോമസിനോട് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്ന, ആളുകൾക്ക് പണം കിട്ടുന്നതിന്, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് പണം കിട്ടുന്നതിന് ഞാൻ അങ്ങേ അറ്റത്തെ പിന്തുണ നൽകുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരു ചെറിയ പരാതിയുള്ളത്, ഇത് കുറച്ചും കൂടി സർക്കാർ വന്നുടനെ തന്നെ അതങ്ങ് നടപ്പിലാക്കണമെന്നേ. അപ്പോഴല്ലേ അതിനൊരു 5 വർഷം നമുക്ക് പറയാലോ, തികച്ച് ഞങ്ങൾ കൊടുത്തു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പോകാൻ നേരത്ത് കൊടുക്കുമ്പോൾ അത് ഒരു സംശയത്തിന് ഇട നൽകുന്നു വി സി തോമസ്, അത്രയേ ഉള്ളൂ. ബാബു മങ്കര പറയുന്നത്, ബാബു മങ്കര തൃശ്ശൂരിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മങ്കര എന്ന് കേട്ട പാലക്കാട് ഒരു മങ്കരയുണ്ട്, ആ മങ്കരയാന്ന് വിചാരിച്ചു. പ്രതിപക്ഷത്തിന് പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് അവർ 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്നത് എന്നാണ് ബാബു മങ്കര പറയുന്നത്. അപ്പോൾ തോമസ് കെ സി പറയുന്നത് എൻ്റെ ഇത് വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വായിക്കാൻ വിട്ടുപോയെന്നാണ്, ഞാൻ കണ്ടില്ല കേട്ടോ, എവിടെയാണ് ജമ്പ് ചെയ്ത് പോയി കാണും. ഏതായാലും തോമസ് കെ സി അതൊന്നും കൂടി ഇട്ടാൽ ഞാൻ വായിക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നാണ് ഇന്ദിര പറയുന്നത്. അത് നല്ലതാണ്, ദീപസ്തംഭം മഹാശ്ചര്യം തന്നെ. അപ്പോൾ അഭിമന്യു, സിദ്ധാർത്ഥൻ, നവീൻ ബാബു, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്ത്രീ പ്രവേശനം, ശബരിമലക്കൊള്ള ദുരന്തം മൂലം പിരിച്ച കാശുകൾ പുട്ടടിച്ചത്, ഇതൊക്കെ ജനങ്ങൾ ഓർക്കില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു സുനിൽകുമാർ. ഓക്കെ, അരവിന്ദാക്ഷൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അരവിന്ദാക്ഷൻ, നമസ്കാരം. നമസ്കാരം മനു. നമസ്കാരം. 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 പാലക്കാട് നിന്നാണ്. ഹാപ്പി അല്ലേ? പിന്നെ ഇത് മറ്റൊരു സിനിമയിൽ ചോദിക്കുന്ന പോലെ ബിബിമോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നത്, ഞാൻ ഹാപ്പിയാണ്. നല്ല വിഷയമാണ്, നല്ല വിഷയമാണ്. സന്തോഷമാണ്. പാവപ്പെട്ടവർക്ക് അല്പം പൈസ കൂടുതൽ കിട്ടുന്ന സന്തോഷമാണ്. നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ ഇലക്ഷൻ അടിക്കടി വരണം. ശ്രീ അരവിന്ദാക്ഷൻ വല്ല പെൻഷനും വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല, പെൻഷൻ വാങ്ങുന്നു. ഞാൻ ഒരു സാധാരണ കർഷകനാണ്. നോക്കൂ, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നോക്കൂ, ഇവര് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയ നെൽകർഷകരുടെ കാര്യങ്ങൾ, നെൽകർഷകരുടെ വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങളൊന്നും ആ വാർത്തയൊക്കെ കൊടുത്തിരുന്നത്, ഇതിന്റെ പൈസയൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? അരവിന്ദാക്ഷൻ കേൾക്കാമോ? ഗൗരവത്തിൽ എടുക്കണ്ടേ? ഇതുവരെ കിട്ടിയിട്ടില്ല നെല്ല് ശേഖരിച്ചതിന്റെ പൈസ അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് അതൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യാം. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് വരും. സുരേന്ദ്രൻ, നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ സുരേന്ദ്രൻ, വലിയ പ്രഖ്യാപനങ്ങളാണ്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, മികച്ച വിദ്യാർത്ഥിക്ക് ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ്, 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് 5 ലക്ഷം യുവതിയുവാക്കൾക്ക് ഗുണഭോക്താക്കളാകും, പ്രതിവർഷം 600 കോടി രൂപ അങ്ങനെ ചെലവാക്കും, 3800 കോടി രൂപ സ്ത്രീകൾക്ക് നൽകും. വലിയ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ ശ്രീ സുരേന്ദ്രന് സന്തോഷം തോന്നുന്നു, ഇത് കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു? അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി സാറിന്റെ അത് കേട്ട്. സാറ് സ്മാർട്ടാണെന്ന് നേരത്തെ പറഞ്ഞു, പക്ഷെ സാറിന്റെ സംഭാഷണം വളരെ സ്മാർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇൻട്രോ നേരത്തെ പറഞ്ഞില്ലേ, അതെനിക്ക് അത്ര സ്മാർട്ടായിട്ട് തോന്നിയില്ല. നല്ലതല്ലേ ആളുകൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക്? ഇല്ല, ഇതൊന്നും ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ചെയ്യാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നേരത്തെ ചെയ്യണമെന്നല്ല. നേരത്തെ ചെയ്യാനാണ്. പ്രകടന പത്രികയില് ഓരോ കൊല്ലം 100 രൂപ കൂട്ടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണല്ലോ, സാറിന് അറിയാമല്ലോ. അല്ലാണ്ട് 2500 രൂപ പോസ്റ്റിൽ തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകടന പത്രിക. എനിക്കില്ലാന്ന് തോന്നുന്നത് ഓരോ വർഷം 100 കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഈ 400 മുമ്പ് കൂട്ടായിരുന്നു. അല്ല, ആദ്യത്തെ വർഷം തന്നെ 2500 കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ആ 2500 ആദ്യം തന്നെ കൊടുക്കുക. നിങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, ഇടത് സർക്കാരിന്റെ രാജ്യമെമ്പാടുമുള്ള അഭിപ്രായം അതാ. ബീഹാറിൽ അതാ അഭിപ്രായം. കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ഫണ്ടിന് കുറച്ചുകൂടി കൂട്ടി തരും. അതുപോലെ കടമെടുക്കാനുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മാതിരി ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പൈസ കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഖജനാവ് നിറഞ്ഞോ? ഖജനാവ് പെട്ടെന്ന് നിറഞ്ഞോ? ഇപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൈസ എവിടെ നിന്ന് കിട്ടിയത്? കേന്ദ്രത്തിന്റെ നിലപാട് മാറിയിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ദുഃഖിതനാണ്. കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഗവൺമെന്റ് എന്നുള്ളതാണ് എനിക്ക്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ആ ഘട്ടത്തിലാണ് ഇതെല്ലാം നടപ്പിലാക്കേണ്ടത്. അന്ന് അതൊന്നും നടപ്പിലാക്കാതെ ഇനി ഭരിക്കാൻ ആകെ 3-4 മാസമുള്ളപ്പോൾ ഇതുപോലെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്, എന്നിട്ട് എന്ത് മേനി പറയുന്നതിൽ എന്ത് കാര്യം എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പുറകോട്ടൊന്നും പോകുന്നില്ല. ഇത് ഞാൻ ചോദിച്ചതല്ല, ബീഹാറിൽ നിങ്ങൾ ചോദിക്കുന്നതാണ്. സാറ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ. പറഞ്ഞു കഴിയുന്നില്ല, ഞാൻ 1 മണിക്കൂർ ഇവിടെ ഉണ്ടല്ലോ.
അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാറ് പറഞ്ഞു ആദ്യം നേരത്തെ പറഞ്ഞു 2 മാസമുള്ള തെരഞ്ഞെടുപ്പിന്. ഞാൻ നോക്കിയിട്ട് ഒരു 5 മാസം 6-7 മാസം ഉണ്ട്. ഈ പഞ്ചായത്ത് പറഞ്ഞുതരാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് സാധാരണ ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന് അതുപോലും ഒരു കൊല്ലമില്ല. ഇല്ല, തദ്ദേശ ഇതിനി നടപ്പിലാക്കി വന്നാൽ 3-4 മാസം കൊടുക്കേണ്ടതേ ഉള്ളൂ. സാറ് തന്നെ അങ്ങനെ സംസാരിക്കാൻ അല്ല, ഇത് അങ്ങ് പറയുന്നതിൽ വസ്തുത വരുന്നത് ഇല്ലേ? ഇതിനി ദീർഘകാലം ഞങ്ങൾ കൊടുക്കും എന്ന് പറയാനാണെങ്കിൽ ആദ്യം നടപ്പിലാക്കണമായിരുന്നു ഞാൻ പറയുന്നത്. അതിനുള്ള മറുപടിയാണ് താങ്കൾ പറയേണ്ടത്. അല്ലാതെ ഇപ്പൊ നടപ്പിലാക്കിയത് തെറ്റായി പോയി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് എനിക്കറിയാം, കേൾക്കുന്ന അങ്ങേക്കറിയാം, ഈ മറ്റു പ്രേക്ഷകർക്കും അറിയാം. ഞാൻ പറഞ്ഞുതരാം. സാർ ഇത്ര പ്രകോപിതനാകാൻ കാരണം ഞാൻ പ്രകോപിതനായതല്ലെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാ. നിങ്ങൾ ബീഹാറിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ കേരളത്തിൽ പറയുന്നത്. നിങ്ങൾക്കല്ലേ ഈ അതിർത്തി രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറുമ്പോൾ നിലപാട് മാറുന്നുള്ളൂ. ഞങ്ങൾക്ക് ന്യൂസ് 18 ബീഹാറിനും ന്യൂസ് 18 കേരളത്തിനും ഒക്കെ ഒരു നിലപാടേ ഉള്ളൂ. കഴിഞ്ഞൂല്ലേ? ഇല്ല, തുടരുന്നു. ഞാൻ പറയണ പഞ്ചായത്ത് ഇലക്ഷന് ഈ വക കാര്യങ്ങൾ നോക്കിയിട്ടല്ല സാധാരണ ഇലക്ഷൻ വോട്ട് ചെയ്യാറ്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാറുള്ളത്. 7 മാസം നടത്തണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ പിണറായി വിജയനെ എന്ത് ചെയ്യുന്നറിയോ? ഒരു പ്രാവശ്യം കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം അധികാരം കൊടുക്കുക. ജനങ്ങൾക്ക് ഒരു പക ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഇത് നടപ്പാകട്ടെ, ആ ഗവൺമെന്റ് തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ആ പക കോൺഗ്രസ്സുകാർ മുഴുവൻ ഇവര് അടുത്ത പക്ഷത്തിന് വോട്ട് ചെയ്യട്ടെ. അപ്പൊ പിണറായി വിജയൻ ആകെ പ്രശ്നത്തിലാവുമല്ലോ എന്തായാലും. കാരണം ഇത് നടപ്പാക്കാൻ പറ്റണ്ട, നടപ്പാക്കാൻ പറ്റാന്നല്ലേ പറഞ്ഞത്. ഗുഡ് ഐഡിയ ആണ്. ഞാനത് ഒരു കാര്യം കൂടി ഞാൻ ആശാവർക്കർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇത്രയും നിങ്ങൾ 1000 രൂപ കൂട്ടിക്കൊടുത്തില്ല, അതിലെനിക്കൊരു സന്തോഷമുണ്ട്. സാറേ, ഒരു കാര്യം പറഞ്ഞിട്ട് വയനാടിന്ന് ഒരു പ്രേക്ഷക പറഞ്ഞു, അവര് മറ്റേ മലയിടിച്ചിൽ എന്തുകൊണ്ടായിട്ട് അവർക്ക് വീട് നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു. ശരിയാണ്, മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ വിചാരിക്കുന്നു അത് ഇപ്പൊ വയനാടിന്റെ മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാൽ പരിഹരിക്കപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വയനാട്ടിലെ ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിപക്ഷ നേതാവ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഒരു പ്രതിപക്ഷ അഖിലേന്ത്യാ നേതാവ് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? കോൺഗ്രസിന്റെ MP-മാരും MLA-മാരും ഉള്ള ഒരു സ്ഥലത്ത് 7 കുടുംബങ്ങള് വീട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രി മാറ്റിയെടുത്തു. അവിടെ ഈ പറഞ്ഞ വലിയ ആളുകൾ അവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ 100 വീട് കെട്ടാനുള്ള പണ്ടെന്തോ വാങ്ങിച്ച് ആളുകൾ വളരെ കൂളായിട്ട് കേട്ടിരുന്നു. ഒരു പ്രശ്നവുമില്ല സാറ്, ഒരു പ്രശ്നം തോന്നിയില്ല. ആശമാരുടെ കാര്യം അത് പറയാതിരിക്കുക ഭംഗി. കാരണം ആശമാരെ അന്ന് പറഞ്ഞത് 500 രൂപയെങ്കിലും കൂട്ടി തരണം എന്നാ പറഞ്ഞത്. ആബിദ ഇത് അവർ പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കില്ല. അവർക്കത് കിട്ടിയില്ലെന്നേ അവർ പറയുന്നുള്ളൂ. അവര് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്തു, ഒരുപക്ഷെ MP-യുടെ അടുത്ത് കൂടി കൊടുക്കണമായിരുന്നു. പക്ഷെ MP-ക്ക് നമുക്കറിയാലോ ഒരു ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു സർക്കാരിനാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ വേണമെങ്കിൽ വ്യക്തിപരമായി ചില വീട് വെച്ച് കൊടുക്കാൻ കേട്ടോ. പക്ഷെ അങ്ങനെ ചില വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവരുടെ പൈസയൊക്കെ എവിടെയെന്നൊക്കെ ഇപ്പോൾ വേറെ തർക്കങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും അങ്ങ് പറഞ്ഞത് കൃത്യമാണ്, വ്യക്തമാണ്. അപ്പോൾ അടുത്ത ഒരു തവണയും കൂടി ഈ സർക്കാരിന് അവസരം കൊടുത്ത് ഈ സർക്കാർ ആ പൈസ കൃത്യമായി കൊടുക്കുമോ എന്ന് ഉറപ്പാക്കാനാണ്. ഓക്കെ, അത് ജനങ്ങൾ കേൾക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാജൻ കൊല്ലത്ത് നിന്ന് വിളിക്കും. ശ്രീ രാജൻ. സാറേ ഒന്ന് തണുത്ത് സാറ് കണ്ടാനോ ചൂടായി പോയല്ലോ, അത് മോശമായി പോയി. ഇല്ല, അതെന്താന്ന് വെച്ചാൽ ഈ സുരേന്ദ്രനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ടല്ലോ, സ്വാതന്ത്ര്യമുണ്ട്. സുരേന്ദ്രൻ, ഞാനും സുരേന്ദ്രനെ എപ്പോഴും തർക്കിച്ചാലും സുരേന്ദ്രൻ പിന്നെയും വിളിക്കും, പിണങ്ങി പോവില്ല, തർക്കം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തർക്കിക്കും. മാത്രമല്ല അങ്ങനെ തർക്കിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം കൂടുതൽ ആധികാരികമായി പറയുള്ളൂ. അപ്പൊ എല്ലാം പഠിച്ചിട്ടാണ് പറയുന്നത്. ഒന്നും അങ്ങനെ കൈന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജയിക്കാൻ വേണ്ടി പറയുന്ന ഒരാളല്ല സുരേന്ദ്രൻ. എല്ലാം വസ്തുനിഷ്ഠമായി പറയുന്നത്. അതൊക്കെ അംഗീകരിക്കുന്നുള്ള ഒരാളാണ്. പിന്നെ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ രാജനോട് എനിക്ക് അതേ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞ കേട്ടിട്ട് ഇനി അഭിപ്രായം പറയാവൂ. ബാലകൃഷ്ണൻ വടകരയ്ക്ക് ആദ്യമായി എന്റെ ഒരു പൂച്ചെണ്ട് കൊടുക്കണം. വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പിന്നെ അവിടെ ടി സിദ്ദിഖാണ് MLA വയനാട്ടില്. പിന്നെ MP ആയിട്ട് നമ്മുടെ റോബർട്ട് പ്രിയങ്ക വധേരയാണ്. രണ്ടുപേർക്കും അവിടെ ഇടപെടാം. അവരാരും ഇടപെട്ടിട്ടില്ല. അവരോട് പറയണ എത്രയും പെട്ടെന്ന് 7 വീട് വെച്ച് കൊടുക്കാൻ പറയണം ആ പാവങ്ങൾക്ക്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇന്നലെ പിന്നെ മുഖ്യമന്ത്രി ഈ 2000 രൂപ പെൻഷൻ പറഞ്ഞപ്പം ആരോ കൊല്ലത്ത് പറയുന്നത് കേട്ടത് എനിക്കറിഞ്ഞൂടാ അതിന്റെ സത്യാവസ്ഥ. VD സതീശൻ കസേരയിൽ താഴെ വീണെന്നോ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറയുന്നു. നേരാന്നൊന്നൊന്ന് തിരക്കണം. പിന്നെ നമ്മുടെ KC വേണുഗോപാലിന് ശ്വാസതടസ്സം വരുന്നു. കാരണം ഈ 2000 രൂപ പെൻഷൻ കൈക്കൂലിയാന്നാ പറഞ്ഞത്. അപ്പൊ അതുകൂടെ ഒന്ന് നോക്കണം. അതെന്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണെന്ന് നോക്കണം. പിന്നെ ഇത്രയും നാൾ ഇതെന്താ കൊടുക്കാഞ്ഞെന്നുള്ളത് സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു.
55,000 കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് വെട്ടിയത്, കേരള ഗവൺമെന്റ്. അവര് അത് ഓരോ വർഷവും ടാക്സ് കൂട്ടി കൂട്ടി ഇപ്പൊ വരുമാനം ആയപ്പോഴാണ് ഇത് കൊടുക്കുന്നത്. എതിര് പറയല്ലേ, ഒരു മിനിറ്റ്. ഇനിയും ആശാ വർക്കേഴ്സിനല്ല, സൂസി വർക്കേഴ്സിന് 1000 രൂപ വീതം കൂട്ടി കൊടുത്തു. 100 പേര് മാത്രമേ സമരത്തിലുള്ളൂ, ബാക്കി 27,000 പേരും അത് സ്വാഗതം ചെയ്തവരാ. അപ്പൊ ഇതാണ് സംഗതി. പിന്നെ സണ്ണി വർഗീസ് എന്തിനാ ചിരിക്കുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായി. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, പുള്ളി ഭയങ്കര ചിരി. എന്താ കാരണം എന്നുള്ളതൊന്നും തിരക്കണം. കാരണം ഇവരാരും എനിക്ക് തോന്നുന്നു അടുത്ത മുഖ്യമന്ത്രി ആകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ആ 250 പേരെ കൂടെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു KPCC ജനറൽ സെക്രട്ടറി ആയിട്ട്. ഇപ്പൊ 250 പേരുണ്ട്, ഒരു 500 പേരാണ്. ശ്രീ പ്രദീപ് എന്നോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് ചേരുക കേട്ടോ. ശ്രീ പ്രദീപ്, അപ്പോൾ ശ്രീ രാജൻ കൊല്ലം പറയുന്നത് ഇപ്പോൾ പൈസയൊക്കെ ധനസ്ഥിതിയൊക്കെ മാറി, ഇപ്പോൾ കുറേ പൈസ വന്നു, ഇപ്പോൾ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുന്നു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, ജനക്ഷേമം തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം, എല്ലായിടത്തും ഇത് തന്നെയാണ് സാധ്യം, അപ്പോൾ കുറച്ചായി കൂട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൂട്ടി. അപ്പോൾ ശ്രീ പ്രദീപിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? നമസ്കാരം മിസ്റ്റർ മനു. എനിക്കാണെങ്കിലേ ഈ ചിരി സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വിജയന്റെ തള്ളു കേട്ട നേരം മുതലേ ഈ പുട്ടുകുറ്റിന്ന് പുട്ട് പുറത്തിറങ്ങി വരും പോലെയാണ് ആ തള്ളു. പിണറായി വിജയൻ എന്ന ശ്രീ പിന്നെ താങ്കൾ ഇപ്പൊ ഒരു പോലീസുകാരന്റെ തലവഴി തട്ടി കൊടുത്തില്ലേ, അത് നന്നായി. കാരണം വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ട അത്യാവശ്യമാണ്, ഉരുളക്ക് ഉപ്പേരി പോലെ. ഇന്നലെ മണിമല കുട്ടനും കൊടുക്കണുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യൂ. പിന്നെ താങ്ക് യു സോ മച്ച് മിസ്റ്റർ മനു. 2,000 രൂപയാണ് ഇവര് കഴിഞ്ഞ ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. 2,500 രൂപ ഇതായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു വയോജനങ്ങൾക്ക് ആയിട്ടല്ലേ. ഇപ്പൊ അത് 2,000 രൂപയായിട്ട് കുറഞ്ഞു. 2,500 രൂപ കൊടുക്കുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് ഈ ഭരണത്തിന്റെ എല്ലാം സുഖിച്ച് തീർത്ത് ഏതാണ്ട് അന്ത്യകാലമാകും പോലെ ഇനി ഒരു 3-4 മാസം കൂടെ ഉള്ളു. ഇപ്പൊ ദാ കൊണ്ടുവന്നിട്ട് പറയുന്നത് 2,000 രൂപ കൊടുക്കുമെന്ന്. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സാധാരണ വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ജനങ്ങൾക്കാണ് ഈ 2,000 രൂപ കിട്ടുന്നത്. മിസ്റ്റർ ബനു, 2 ഇഡ്ഡലി 1 ചായ 30 രൂപ, 2 ചപ്പാത്തി ഒരു എന്തെങ്കിലും വേണമെങ്കിൽ അതിന് 30 രൂപ, 60 രൂപ എന്ന് പറയുമ്പോ ഏതാണ്ട് എത്രയായി? ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ 1,800 രൂപയായി. അതായത് അപ്പൊ ഉച്ചയ്ക്ക് തിന്നണ്ട, അവർക്ക് വസ്ത്രം വാങ്ങിക്കണ്ട, അവർക്ക് മരുന്ന് വേണ്ട. അപ്പൊ ഈ 2,000 രൂപ കൊണ്ട് ഇവർക്കെല്ലാം നാണമുണ്ടോ? ഈ മന്ത്രിമാർക്ക് MLA മാർക്കും വന്നിരുന്ന് തള്ളി മറിക്കാൻ ഇവർക്കൊക്കെ ഒരു ശരാശരി. കേരളത്തിലെ രാജ്യത്തെ മറ്റിടങ്ങളെ വെച്ച് നോക്കുമ്പോ കേരളത്തിലാണ് കൂടുതൽ കേട്ടോ. നമ്മൾ അതും നിങ്ങൾ മറ്റുള്ളവരെ വിടും. കാരണം മറ്റുള്ളവരൊക്കെ മോശമെന്നല്ലേ പറയണം. നമ്മള് എന്തോ എല്ലാത്തിലും ടോപ്പ് നമ്പർ 1 ആണ്. ഇത് കൂടുതലല്ലേ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ കൂടുതലല്ലേ ഇവിടെ? മിസ്റ്റർ മനു, മറ്റുള്ളവരെക്കാളും കൂടുതൽ തന്നെയാണ്. നമ്മൾ പണ്ടും എല്ലാ കാര്യത്തിലും മുന്നോട്ട് തന്നെയായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് ചെലവ് കുറവാണ്. ഇപ്പൊ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ ഇത്ര പൈസ വേണ്ട, കുറെ കൂടി ചെലവ് കുറവാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു വ്യക്തി 2,000 രൂപയ്ക്ക് ഒരു മാസം എന്ത് ചെയ്യും? ഇവർക്ക് തലക്കകത്ത് ആള് താമസമുണ്ടോ? ഒരു 5,000 രൂപ ഏറ്റവും കുറഞ്ഞതില്ലാതെ ഒരാൾക്ക് ഭക്ഷണം, അതായത് തന്റെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ് എടുക്കാൻ പറ്റുമോ ഈ നാട്ടില്? ഇവർക്കെല്ലാം 30,000, 50,000, 1.5 ലക്ഷം രൂപ ഇവർ ശമ്പളം കൂട്ടാറുണ്ടല്ലോ. MLA മാര്, ഈ മന്ത്രിമാരെല്ലാം ചേർന്ന് ഇവർക്ക് ഡാറ്റ തീറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിന്, പിന്നെ ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നത്, വലിയ വലിയ മുതലാളിമാർ കൊടുക്കണ ഫണ്ട്, ഇവർ എത്ര കോടികളാണ് ഇവർ സമ്പാദിച്ചത്. എന്നിട്ട് സാധാരണ ജനങ്ങൾക്ക് 2,000 രൂപ കൊടുക്കാമെന്ന്. ഈ പിന്നൊരു കാര്യം, അടുത്തൊരു ഇലക്ഷൻ വരാകുമ്പോണ് പൊട്ടന്മാരായ കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടിട്ട് ഇനിയും പണ്ടൊരു കിറ്റ് കാണിച്ച ജനങ്ങളെ പറ്റിച്ചൊരിക്കൽ ഭരണത്തിൽ കയറി. ഇപ്പൊ എന്താ രണ്ടാമത്? പിന്നെ നമ്മുടെ ബാലകൃഷ്ണ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അത്ര പുള്ളിക്കാരൻ പറഞ്ഞതില്ല മിസ്റ്റർ മനു, ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. പുള്ളി പറഞ്ഞതിൽ ശരിയാണ്. കാരണം BJP കനിഞ്ഞു നൽകിയ ഒരു ജീവിതം കൊണ്ടാണ് പിണറായി വിജയന്റെ മോനും മോളും എല്ലാം വന്നിട്ട് ജീവിക്കുന്നത് പോലും. അല്ലെങ്കിൽ അവർ ജയിലിലാണ്, അറിയോ? അതുകൊണ്ട് എന്തോ അന്തർധാരയുണ്ടെന്ന് ഒരുപക്ഷെ ഞാൻ പോലും വല്ലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ കേന്ദ്രം സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഈ സാധനം 3 എണ്ണം ജയിലിലായിരുന്നു ഇതിനകത്ത്. എനിവേ, താങ്ക് യു സോ മച്ച്. ജനങ്ങളൊന്നും കൂടെ അനുഭവിക്കുക, അവർ ഭരണത്തിൽ വരട്ടെ. ശരി, ഓക്കെ. ഇതേ മുരളി, നമസ്കാരം സാറേ. അങ്ങക്ക് ഈ സർക്കാരിന്റെ ഒപ്പമല്ല നാഷണലിസ്റ്റ് ജനതാദൾ അല്ലേ? നാഷണൽ ജനതാദൾ. സാറേ, ഈ സർക്കാരിന് ആർജവം ഉണ്ടെങ്കിൽ അവര് ഓരോ പ്രഖ്യാപനമല്ല ഇനി വേണ്ടിയത്, അവര് നടപ്പിലാക്കിയിട്ട് പറയുക ഞങ്ങൾ ഇന്നത് ചെയ്തു. ഇതേ മുരളി പറയുന്നത് എല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അവർ പ്രഖ്യാപനം അടുത്ത കൊടുക്കും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. 10 സെക്കൻഡ്. BJP ഇപ്പോഴത്തെ കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും BJP പക്ഷമായി മാറി. അതിന്റെ ഒരു ജാള്യത മറയ്ക്കണം, നാണക്കേട് മറയ്ക്കണം. പിന്നെ കേന്ദ്ര പദ്ധതിയില് അവര് ആകെ മാറി നിൽക്കുകയാണ്. അതിന്റെ ഒരു ജാള്യത മറയ്ക്കാൻ കുറച്ച് പ്രഖ്യാപനം. അത് ഞാൻ സമ്മതിക്കില്ല. ഒരു ജാള്യത മറയ്ക്കാൻ നോക്കൂ. 3,600
കോടി രൂപ സ്ത്രീകൾക്ക് നൽകുക, അതുപോലെ 600 കോടി രൂപ ഈ സ്റ്റൈപ്പൻഡായിട്ട് പഠിക്കുന്നവർക്ക് നൽകുക. കുറ്റം പറയുമ്പോ ഈ നാഷണൽ ജനതാദൾ കുറ്റം പറയുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് ആ സ്ത്രീകൾക്കുള്ള വോട്ടുകൾ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. അതൊക്കെ വെറുതെയാ, അവരൊന്നും വോട്ട് കൊടുക്കത്തില്ല. പ്രഖ്യാപനമേ ഉള്ളൂ. ആ പ്രഖ്യാപനമല്ല വേണ്ടത്. ഫലത്തിൽ കൊടുത്തിട്ട് പറയട്ടെ ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന്. അല്ലാതെ ഈ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. ഈ ഇടതുപക്ഷവും CPM ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയി BJP പക്ഷമായി മാറി കേന്ദ്രത്തിന്റെ ഭരണം കൊണ്ട്, കേന്ദ്രമായിട്ടുള്ള ഇടപെടൽ കൊണ്ട്. അതിനെയൊക്കെ ഒന്ന് മറച്ചെടുക്കാനും പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയില്ല വീണ്ടും അറസ്റ്റ് വരുന്നു. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. ഭരണക്കാർ ഒന്നും പറയുന്നില്ല. ഭരണപക്ഷമാണ് CPMന്റെ ഭരണപക്ഷമാണ് ദേവസ്വം ബോർഡ് ശബരിമല ഭരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ സമയത്താണ് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുന്നത്. എത്രയോ സമയങ്ങളുണ്ടായിരുന്നു പ്രഖ്യാപിക്കാൻ. ഈ 2021 പ്രഖ്യാപിച്ച പല ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ പലതും ഇവിടെ പെൻഡിംഗ് ആയി കിടന്നിട്ടുണ്ട് കൊടുക്കാതെ. അതുപോലെ മറ്റു പല പദ്ധതികളും ഇപ്പോഴും നടപ്പിലാവാതെ കിടപ്പുണ്ട്. കാരണമാണ് ഞാനത് പറഞ്ഞു തരാം. പക്ഷെ ഇപ്പോൾ അതിന് അത്രയും പറയാനുള്ള സമയം സാർ അനുവദിച്ചാൽ ഞാൻ പറയാം. ഏതൊക്കെ അങ്ങ് പറഞ്ഞ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് പ്രവീൺ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ പിരിച്ച കാശ് എവിടെയെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. അത് ഈ ദുരിതബാധിത പ്രദേശത്തിന് വേണ്ടിയായിരിക്കും. ഓക്കെ, കുറേയൊക്കെ കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നെ സതീശൻ അവിടെ ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത്. ഞാനൊന്ന് പറവൂർ പോയി അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഇല്ല, ഇപ്പം VD സതീശൻ ബോധം കെട്ട് വീണാലൊക്കെ നമുക്കറിയാനൊക്കെ സംവിധാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തിലകനെ കാണാനില്ല എന്നൊരു പ്രേക്ഷകൻ എന്നോട് പറയുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ് തിലകൻ, ഇടയ്ക്ക് പാട്ടൊക്കെ പാടും. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ് ഈ മോഹൻദാസ് ആലത്തൂർ, അദ്ദേഹത്തെ കാണാനില്ല. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിനെ കാണാനില്ല. നമ്മൾ സ്ഥിരം വിളിക്കുന്ന പലരെയും കാണാനില്ല. അപ്പോൾ ഇവരൊക്കെ പൊതുവേദി എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടോ? അവർ കാണാതിരിക്കുക, ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും. അപ്പോൾ അവരെയൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. അപ്പോൾ തിലകൻ അങ്ങ് എവിടെ ഇരുന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രദീപ് 30 അല്ല 40 ആകുന്നു. പ്രദീപ് ഓക്കെ. അപ്പോൾ എന്നോട് പിന്നെ എന്നെ കാണാൻ ജാക്കിനെ പോലെ ഉണ്ടെന്നുള്ളൊരു പ്രതികരണം ഇട്ടിട്ടുണ്ട്. എന്താ ജാക്കെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് ടൈറ്റാനിക്കിൽ ജാക്കിനെ പോലെ ഉണ്ടെന്ന്. ഈ കോട്ടാണോ ഇതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പെൻഷൻ മേടിക്കുന്നവർ മക്കളും ഒക്കെയുള്ള കുടുംബത്തിലുള്ളവരാണ്. അവർക്ക് മുഴുവൻ ചിലവും സർക്കാർ കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ന് ചോദിക്കുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് സതി ബാബുരാജ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ്, ഹാപ്പി ആയിട്ട് പോകുന്നു. സതി ബാബുരാജിൻ്റെ ഓർഗനൈസേഷനും എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള വേണം, പ്രവീണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്, എങ്ങും പോകരുത്, പെട്ടെന്ന് മടങ്ങി വരും. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ സുനിൽ എന്നോട് ചോദിക്കുന്നത് വയനാട്ടിൽ നിന്ന് പിരിച്ചു കിട്ടിയ, എന്നോടല്ല കേട്ടോ, സുരേന്ദ്രനോട് ചോദിക്കുന്നത്, വയനാട്ടിൽ നിന്ന് പിരിച്ചു കിട്ടിയ 750 കോടിയുടെ കണക്ക് എവിടെയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. മൂക്കാത്ത കോൺഗ്രസിൻ്റെ പൈസ എവിടെ നോക്കാതെ കോൺഗ്രസിൻ്റെ പൈസ എവിടെ? യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പൈസയെക്കുറിച്ചാണ് ഗൗതം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ തർക്കം നീണ്ടു പോവുകയാണ്. ഞാൻ അതിലേക്കൊക്കെ വരാം. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേർന്ന് തിരുവനന്തപുരം. ശ്രീ ചന്ദ്രൻ നായർ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടല്ലേ? എനിക്ക് EPF 2031 രൂപ. EPF അന്ന് എന്നോട് അങ്ങനെ 5 ലക്ഷം പേര് വാങ്ങുന്നുണ്ട് സാർ. 5 ലക്ഷം പേര് നമ്മുടെ ഇന്ത്യക്കകത്ത് വാങ്ങുന്നുണ്ട്. 1000 രൂപ മുതൽ ഈ 2000 രൂപ വരെ വാങ്ങുന്നവരുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനം ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് സർവീസ് പെൻഷൻ ഇല്ല സാർ. ഇപ്പോഴും EPF ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ആളുകൾക്ക് ഇങ്ങനെ 2000 രൂപയാക്കി ക്ഷേമ പെൻഷനുകൾ ഉയർത്തിയത് ശ്രീ ചന്ദ്രൻ നായർ നല്ലതല്ലേ സാർ? 10,000 കോടി രൂപയുടെ ക്ഷേമ വർധനമാണ് നടത്തിയിരിക്കുന്നത്. വരുത്തിയിട്ടുണ്ട്, നല്ലത് തന്നെയാണ്. തുടർന്ന് കൊടുത്താൽ മതി സാർ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുകടം എന്തുമാത്രമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയോട് എന്തായാലും പത്രക്കാർ ചോദിച്ചു, ഇത്രയും വർധനവ് വരുത്തിയാൽ എങ്ങനെ കൊടുക്കും? കൊടുക്കാറുണ്ടായിട്ടല്ലേ വർധനവ് വരുത്തിയെന്ന് അദ്ദേഹം ചോദിച്ചത്. സാർ, നല്ല കാര്യം തന്നെയാണ്, കൊടുക്കട്ടെ, പാവപ്പെട്ടവരത് വാങ്ങട്ടെ, നല്ലത് തന്നെയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം തൃശ്ശൂരിൽ നിന്ന് രാജൻ, ശ്രീ രാജൻ. ഇതില് പറയാനുള്ളത് വെച്ചാല് പിണറായി വിജയൻ രണ്ടാമത്തെ ടൈമാണുള്ളത്, അവസാന ഘട്ടം. അപ്പൊ ഇതില് ഈ LDF ഗവൺമെന്റ് 9.5 കൊല്ലം കഷ്ടിയാവാറായില്ലേ ഭരണം. നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ
2500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ കേരളത്തിന്റെ ഗതികെട്ട ഒരു അവസ്ഥ. കാരണം നല്ല പ്രവർത്തനങ്ങൾ, ഒരുപാട് ബാധ്യതകള്. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ LDF ഗവൺമെന്റ് വരണം. ആർക്കും അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാം. പക്ഷേ കേരളം എന്തു ചെയ്തു എന്ന് നോക്കുമ്പോൾ അവിടെ നമ്പർ 1 എന്നാണ് കേരളത്തെ പറ്റി പറയുന്നത്. അതിലിപ്പോ 2600 എന്നുള്ളത് 2000 അത് ചെയ്തുവല്ലോ. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന പോലെ 30 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ജനങ്ങൾക്ക് 1000 രൂപ വെച്ച്, പിന്നെ കുട്ടികൾക്കുള്ള ഒരു പദ്ധതി, അതൊക്കെ വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് ചെയ്ത LDF ഗവൺമെന്റ് മൂന്നാമത് വരുന്നത് 100% ഉറപ്പാണ്. സതീശൻ ഈ പറയുന്ന പോലെ മറ്റേ സംഗതിക്ക് പോകേണ്ടി വരും, കാട്ടിലേക്ക് വല്ല ജപം നടത്താനും നാമജപം നടത്താനായിട്ട്. ഇപ്പൊ നമ്മൾ കുറ്റം പറയല്ല, ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് തൃപ്തിയാണ്. അതിപ്പോ ഒരു 10 രൂപ എറിഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളെ ചാക്കിടുക എന്നല്ല ഉദ്ദേശിച്ചത്. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത്, അതേപോലെ LDF ഗവൺമെന്റ് പറഞ്ഞ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ നടത്തും എന്നുള്ള ഏകദേശം ആയിട്ടുമുണ്ട്. അപ്പൊ നല്ലൊരു പ്രവർത്തനമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ദീപു എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. ദീപു, മനു, ഒരു കാര്യം, അതായത് ഈ കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരെന്നൊക്കെ വിളിക്കും. മനു അടക്കമുള്ള കേരളത്തിലെ പൗരന്മാരെ പൊട്ടന്മാരെന്നൊക്കെ വിളിക്കാൻ ഒരു വിദേശ പൗരനും ഇവിടെ വന്നിട്ട് അതിനകത്ത് തിരിക്കണം. അതല്ല, കേരളത്തിലെ ഞാൻ അടക്കമുള്ള കേരള പൗരന്മാരെ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഇയാൾ ഈ അമേരിക്കൻ പൗരന്മാർക്ക് എന്താ അവകാശമുള്ളത് ഇവിടെ ബാക്കിയുള്ള പൗരന്മാരെ വിളിക്കാൻ? അതൊക്കെ അയാളുടെ കൈവച്ചാൽ മതി. പിന്നെ ഇയാള് പറയുന്നത് കേരള പൊട്ടന്മാര്, കേരള പൊട്ടന്മാർക്ക് ഇവിടെ പൊട്ടന്മാരായതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. ഈ കേരളത്തിന് ഈ അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ കേന്ദ്ര സർക്കാർ, അന്തം പിന്നെ സംഖ്യകള്. അപ്പൊ അവിടെ അയാളുടെ ഭാഷയിലാണ് കേട്ടാ. അപ്പൊ അവിടെ ഇരിക്കുന്നത് പൊട്ടന്മാരുടെ ഉസ്താദാ, അവന്മാരിരിക്കുന്ന മെഗാ പൊട്ടന്മാരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അടക്കിയൊക്കെ സംസാരിച്ചാൽ മതി, വായിക്ക് വന്ന നാക്കിന് ഞങ്ങൾക്ക് വലിയില്ല കേട്ടല്ലോ. പിന്നെ ഈ വിഷയത്തിൽ മനു പറയുന്നത് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യം കൊടുത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അത് പറയാം, വിമർശിക്കാം. പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത് അധികാരത്തിൽ വരുന്നത്, അല്ലേ മനു? അപ്പൊ നമ്മുടെ വളർച്ച എങ്ങനെയായിട്ടാണ്? നെഗറ്റീവ് വളർച്ചയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിനകത്ത് വരുമ്പോഴും കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം നടത്തുകയാണ് ഇവിടെ. ആ സാമ്പത്തിക ഉപരോധത്തിന്റെ ഇടത്തിലാണ് കേരളം നികുതി വരുമാനം കൂട്ടി എന്നുള്ളത് CAG ആണ് അംഗീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒന്നുമല്ല, മെഗാ പൊട്ടന്മാരുടെ CAG ആണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള CAG ഏത് പൊട്ടനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ അതിനോട് അത് ആ സമയത്ത് GST-ലുണ്ടായ കുറവ് കേന്ദ്രത്തിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടി. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളൊക്കെ അന്ന് മറികടക്കാനുള്ള കേന്ദ്ര സഹായങ്ങൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. മനു, ആദ്യത്തെ 5 വർഷം അത് ശരി. അതിനുശേഷം നമുക്ക് കടമെടുക്കാനുള്ള പരിധി കുറച്ചു. GST 70. അല്ല, പക്ഷെ ആ സാഹചര്യം ഒന്നും മാറിയിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് പൈസ കൂടിയെന്ന് പറയാൻ തക്ക ഒന്നുമില്ല. അല്ല, പൈസ കൂടി നമ്മൾ തനത് നികുതി വരുമാനത്തിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്നത് കൂടുതൽ പിരിച്ചെടുത്തു എന്ന് CAG പറയുന്നുണ്ടല്ലോ. മനു പറയട്ടെ, നിങ്ങളുടെ പിന്നെ ഈ പറയുന്ന ഒരാളുണ്ടല്ലോ മഞ്ജുഷ് ഗോപാൽ, അയാൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണല്ലോ. ഇന്നും അയാൾ അവിടെ സമ്മതിച്ചതാണല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കേരളം അത് കണ്ടെത്തി അത് നടപ്പാക്കും. പിന്നെ മനു പറഞ്ഞുകൊണ്ട് ബീഹാറുകാരെ നിങ്ങൾ കുറ്റം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞത്? നിങ്ങൾ ബീഹാറിൽ കുറ്റം പറഞ്ഞു. ഇവിടെ ഇലക്ഷൻ മനു, ബീഹാർ ഡബിൾ എഞ്ചിനായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? അവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടപ്പിലാക്കിയ പദ്ധതികളെയൊക്കെ കേൾക്കൂ, അതിന്റെ കാര്യമാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് അവിടെ വിമർശിക്കപ്പെടുന്നത്? അവിടെ വിമർശിക്കപ്പെടുന്നത് ബീഹാർ BJPയും കൂടെ ഒരുമിച്ച് കാലങ്ങൾ എത്രയായി അവിടെ പിന്നെ ഭരിക്കുന്നത്. അവിടെ പിന്നെ ഇവിടെ സഹായങ്ങൾ വാരിക്കോരി കൊടുക്കല്ലേ. മാത്രമല്ല സർക്കാർ ഇടയ്ക്ക് അങ്ങ് ഈ മുഖ്യമന്ത്രി അപ്പുറത്തേക്ക് ചാടിയ കഥയൊക്കെ അറിയാലോ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് മുഖ്യമന്ത്രി കേന്ദ്രം നിലനിൽക്കുന്നല്ലോ. ഇയാൾ കാരണമല്ലേ നിലനിൽക്കുന്നത്. അപ്പൊ ഇയാൾക്ക് അവിടുന്ന് നേരത്തെ പിടിച്ചു വാങ്ങിക്കാമായിരുന്നല്ലോ. അന്ന് മറ്റേ മുന്നണിയിലാണല്ലോ. അതൊക്കെ ഈ 2024 അദ്ദേഹം വന്നത്. നേരത്തെ മുന്നണി വേറെ ആയിരുന്നല്ലോ, അപ്പുറത്തേക്ക് പോയിട്ടല്ലേ സർക്കാർ വിടന്നേ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷം BJPയുടെ ഒപ്പമല്ലേ പ്രവർത്തിക്കുന്നത്? അല്ലെന്ന് അല്ലേ? എങ്ങനെയാ കഴിഞ്ഞ 5 വർഷം പോയിട്ട് ഇപ്പൊ മടങ്ങി വന്നല്ലേ പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ 5 ഇപ്പം
ഈ നിതീഷ് കുമാർ സർക്കാർ ബീജമായിട്ടല്ലേ അവിടെ ഭരണം നടത്തുന്നത്? അതിപ്പോ അത് ആദ്യം മഹാസഖ്യത്തിന്റെ കൂടെ പോയി അദ്ദേഹം മുഖ്യമന്ത്രി അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റേ സർക്കാർ വന്നിട്ട് ഏകദേശം 2 കൊല്ലം. ഇപ്പം ഈ പറയുന്ന മോഡിയെ താങ്ങി നിർത്തിയാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അത് 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അപ്പോഴെങ്കിലും ഇവർക്ക് വാങ്ങിക്കാമായിരുന്നില്ലേ? ഞങ്ങൾ ഇത്രയും തന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാമായിരുന്നില്ലേ? ഒരു തരത്തിലെങ്കിലും സാമ്പത്തിക ഉപരോധം നടത്തുന്നുണ്ട്. മാത്രമല്ല വാങ്ങിച്ചെടുക്കുക. ഇപ്പൊ കേന്ദ്ര ബജറ്റ് തന്നെ ബീഹാർ ആന്ധ്ര ബജറ്റ് എന്നാ പറയുന്നത്, പരിഹസിക്കുന്ന നിങ്ങൾ. അവർ വാങ്ങിച്ചില്ല, അവരെല്ലാം വാങ്ങിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നേരത്തെ വാങ്ങിക്കാൻ അവർക്ക് സാധ്യത ഉണ്ടല്ലോ. കേരളത്തിൽ മാത്രമല്ല, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കെട്ടിക്കൊഴിഞ്ഞുകൊണ്ട് പോകുന്ന ചാക്കി കെട്ടിക്കൊണ്ടുപോകുന്ന GST വരുമാനത്തിന് ഇവിടുന്ന് 1 രൂപ കൊണ്ടുപോകുമ്പോൾ 25 പൈസ കൊണ്ടുപോകുന്ന 7 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് ബീഹാറിന്. ഇതൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ലേ? എല്ലാ കാലത്തും ബീഹാറിന് പമ്പ് ചെയ്യാണല്ലോ, ഇല്ലേ? എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ ഉള്ളൊരു വലിയ പ്രശ്നം, ബീഹാറിന്റെ വലിയ ജനസംഖ്യ ഒരു വശത്ത് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ ഈ പിന്നോക്ക വിഭാഗങ്ങൾ, ഇപ്പോൾ അത് വേറൊരു ജാർഖണ്ഡും ഒക്കെ ആയി മാറി. പക്ഷെ അവിടെ ആ ദാരിദ്ര്യം ഇംഗ്ലീഷ് ഭരണകാലത്ത് തൊട്ട് അവരുടെ ചൂഷണത്തിന് വിധേയമായ ഒരു സംസ്ഥാനം. അവിടുന്ന് പെട്ടെന്ന് അങ്ങനെ ഒരുപാട് അല്ലാത്ത ഫാക്ടേഴ്സ് അവിടെ പമ്പ് ചെയ്യുന്നത്. മനു, അതിനല്ലേ അവര് പമ്പ് ചെയ്തോണ്ടിരിക്കുന്നേ? പണം പമ്പ് ചെയ്തോണ്ടിരിക്കും. നമ്മുടെ പൈസയും കൂടെ അളക്കിലേ കൊണ്ട് കൊടുക്കുന്നത്. നന്നായിക്കൂടെ? അല്ല, നമ്മൾ അവരൊന്നും ഇതൊരു രാജ്യത്തിന്റെ പൊതു താല്പര്യമല്ലേ. ഇപ്പൊ നമ്മൾ കൊച്ചിക്കാര് അല്ലെങ്കിൽ തിരുവനന്തപുരക്കാര് കൊടുക്കുന്ന പൈസ നമ്മൾ ആ അട്ടപ്പാടിയിലേക്ക് വിനിയോഗിക്കുന്നത്, അതിനല്ലേ നമ്മൾ നികുതി അടയ്ക്കുന്നത്. അല്ലാതെ ഞാൻ നികുതി അടയ്ക്കുന്ന പൈസ പണക്കാർക്ക് മാത്രം കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് തന്നെ തരണം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് ദീപുവിന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഇടപെടുന്നത്, അത് ക്ലിയർ ആവാൻ വേണ്ടി. ഓക്കെ, ഞാൻ വിളിക്കാം ദീപു. അപ്പോൾ നോക്കാം. മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ദീപുവിന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. മഹി, നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ മഹി, ഇത് വാങ്ങിക്കുന്നുണ്ടോ ക്ഷേമ പെൻഷൻ? ഞാൻ ക്ഷേമ പെൻഷൻ തൊഴിലാളിയുടെ പെൻഷൻ വാങ്ങിക്കുന്നത്. ഏത് പെൻഷനാ? യൂണിയൻ ജോലിയുണ്ട്, ആ പെൻഷൻ. ചുമട്ട് തൊഴിലാളികളുടെ? അതാണ്. പിന്നെ സാറേ, ഇവിടെ 18 മാസം ഉമ്മൻചാണ്ടി 600 വെച്ച് ബാക്കി അതൊക്കെ അല്ലെന്നൊക്കെ പറഞ്ഞ അവര് തർക്കിച്ച് അതിന്റെ രേഖയൊക്കെ കൊണ്ടുവന്ന കേട്ടോ. ഇനി നമ്മൾ ആ തർക്കത്തിലേക്ക് പോകണോ? നമ്മൾ വെറുതെ അടിച്ചിറക്കിയതല്ലേ, അതിപ്പോ അത് അല്ലെന്ന് അവര് പറഞ്ഞല്ലോ. പിന്നെ എനിക്കൊരു കാര്യം 21 മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നടന്നത്. ഇപ്പൊ കേസിലാണ് നടക്കണം. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും അവരുടെ പാർട്ടി അധികാരത്തിൽ വരാനും ഒക്കെ ആഗ്രഹിക്കുന്നില്ല. ഒരു മഴയ്ക്ക് വേണ്ടി 2 പേരുടെ അടികൂടിയവരാണ് ഇവിടെ ഭരിക്കാൻ പോണത്. ഒരു മഴയ്ക്ക് വേണ്ടി കൊച്ചു പിള്ളേർ കളിക്കണ പോലെ, മുട്ടായി കളിക്കണ പോലെ. അതൊക്കെ ഇപ്പൊ അടികൂടുക എന്ന് പറഞ്ഞാൽ ആശയപരമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ CPI-യും തർക്കം ഉണ്ടായില്ലേ? അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. CPI-യും തർക്കം ഉണ്ടായില്ലേ? തർക്കമൊക്കെ ഉണ്ടാവുന്നു ചില. അത് അവര് പറയുന്ന ഉൾപാർട്ടി സ്വാതന്ത്ര്യം അത്രമാത്രമാണെന്നാണ് അവര് പറയുന്നത്. അതൊരു സഹോദര പാർട്ടിയായ നിങ്ങൾ അടികൂടുമ്പോ സഹോദരന്മാരുടെ അടികൂടൽ, അവരടികൂടുമ്പോ ശത്രുക്കളുടെ അടികൂടൽ, അവരതിനേക്കാൾ സഹോദരന്മാരാണെന്നാണ് പറയുന്നത്. അല്ല, അവരെ അധികാരത്തിന് വേണ്ടിയില്ല. ഇത് അങ്ങനെയല്ല. ഇതൊരു കാര്യം സംസാരിക്കും. അത് വലിയ തെറ്റൊന്നുമല്ല. അവര് പറയുന്ന അവര് അടിയില്ലെന്നാ പറയുന്നത്. ശരി, ഏതായാലും വ്യക്തമാണ്. ഓക്കെ. സന്തോഷ് വിളിക്കുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ഇത് ചിക്കരിപ്പൂരിന്നാണോ വെള്ളരിക്കുണ്ടെന്നാണോ ചെറുവത്തൂരിന്നാണോ? ചെറുവത്തൂരിന്നാണോ സന്തോഷേ? ചെറുവത്തൂരിന്ന്. ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. ഈ സന്തോഷിന് എന്ത് തോന്നുന്നു? വലിയ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ ഈ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമായി ഇത് മാറുമോ? അപ്പോൾ ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. പ്രതിവർഷം 13,000 കോടി രൂപ വരുന്ന അത് ക്ഷേമ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾക്കുള്ള സഹായമൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നവർ എന്തായാലും മുടങ്ങാതെ കിട്ടും ഈ നവംബർ തൊട്ട്, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞേ ഇപ്പം അധികാരത്തിൽ ഏത് സർക്കാർ വന്നാലും അത് കുടിശ്ശികയാവാൻ സാധ്യതയുള്ളൂ. പിന്നെ ഈ 2000 ആക്കിയതിന് നല്ല തന്നെയാണ്. പക്ഷെ ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. കാരണം 100 രൂപ തോല് കൂട്ടുമെന്ന് പറഞ്ഞ എങ്കിലും ആ 100 രൂപ ഒരു പ്രാവശ്യമാണ് കൂട്ടിയത്. അന്ന് സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യം വളരെ പെട്രോളിന്റെയും ഡീസലിന്റെ സെസ് ഏർപ്പെടുത്തിയിട്ട് 2 രൂപ അധികം കൈപ്പറ്റിയത് ഈ പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെ? അല്ല, വേറൊന്നിനല്ലോ. അന്ന് ഈ പണം വകമാറ്റി ചെലവാക്കിയല്ലേ ചെയ്തത്. എന്നിട്ടിപ്പോ അവസാനം ഇതൊരു വോട്ട് രാഷ്ട്രീയമായി മാറ്റുകയാണ്. കാരണം ജനങ്ങളെല്ലാരും വോട്ട് കൊടുക്കും, ഉറപ്പാണ്. പിന്നെ റവന്യൂ മന്ത്രിയോടും ഇടത് സഖ്യം നേട്ടമുണ്ടാക്കുമെന്നാണ് സന്തോഷം വരുന്നത്, അല്ലേ? അതെ. പിന്നെ റവന്യൂ മന്ത്രിയോടും ടൂറിസം മന്ത്രിയോടും അപേക്ഷ.
കാസർഗോഡ് ജില്ലയിലെ റാണിപുരം എന്ന സ്ഥലത്തേക്ക് കുറച്ച് സ്ഥലം വി ഡി സതീശനെ എക്വയർ ചെയ്ത് കൊടുക്കണം. കാരണം വി ഡി സതീശന് വനത്തിന് പോകുന്ന വി ഡി സതീശൻ തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ നമുക്ക് ആ ഒരു മലയാണത് റാണിപുരം. അപ്പം ശബരിമല പോലെ നമുക്ക് ഇവിടെ ഒരു വി ഡി സതീശനെ പ്രതിഷ്ഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പിണറായി സർക്കാർ എത്തിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ശരി, ഏതായാലും ഇത് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഷാജി എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ഷാജിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. ഷാജി, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം ഞാൻ ദീപുവിനെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ദീപുവിന് ടെലിഫോണിൽ എന്തോ പറ്റി. ബാക്കി ഷാജിക്ക് അല്ലേ. പിന്നെ എത്രയ്ക്കായാലും പിന്നെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അത് കേട്ടപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ആകെ സമനില തെറ്റിയ ഒരു UDF സപ്പോർട്ടേഴ്സിനും ഒക്കെ സമനില തെറ്റിയതുപോലെയാണ് തോന്നുന്നത് അവരുടെ ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ്. സമനില തെറ്റിയ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങൾ ഇതാകെ ഈ ഒരു കാര്യമുണ്ട്. ഈ എന്തിനും കുറ്റം പറയുന്ന ആളുകൾ വന്നിരുന്നോണ്ടേ ഒരു വീട് വെക്കുമ്പോഴേ ഒരു വലിയൊരു വീട് വെച്ചിട്ട് മനോഹരമായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വീട് വെച്ചിട്ട് അയാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇത് പൊളിക്കാൻ കുറെ പാടുകൂടുമെന്ന. അയാൾ എന്തിനും കുറ്റം പറയുന്ന ഒരാളാ എന്നതുപോലെയാണ് ഇപ്പൊ ഈ ക്ഷേമ പെൻഷൻ നേരത്തെ കൊടുക്കാൻ വയ്യായിരുന്നു. നേരത്തെ കൊടുക്കാൻ പല പല ആസൂത്രണങ്ങളും ചെയ്തു, കമ്പനി ഉണ്ടാക്കി ഇവിടെ, എന്നിട്ട് അത് പൊളിച്ചു. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കടമെടുക്കുന്നതിന്റെ പരിധി കുറച്ചു. പിന്നെ അങ്ങനെയൊക്കെ ഇപ്പോഴും നിൽക്കുന്നില്ലേ? തർക്കം കൊണ്ട് അതും പോയി, വീണ്ടും അതിനേക്കാൾ പ്രതിസന്ധിയാണ്. അല്ല, CPI തർക്കം കൊണ്ട് ഒരു പക്ഷേ അത് പറയട്ടെ, CPI തർക്കം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റുമോ? ഒരു പക്ഷേ CPI തർക്കം ഇല്ലെങ്കിൽ SSK ഫണ്ട് അല്ല അങ്ങനെ പറഞ്ഞു പോരുത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോരുത്. SSK ഫണ്ട് കിട്ടിയാൽ ഇതിനകത്ത് ചെലവഴിക്കാൻ പറ്റും, പെൻഷൻ കൊടുക്കാൻ പറ്റും. അല്ല, ഇതിനകത്ത് കിട്ടിയാലെന്നല്ല മനു ഇങ്ങനെ പറയുന്നത്. ഇല്ല, ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. അതായത് അവിടെ ആ ഫണ്ട് കിട്ടാതിരുന്നാലും പക്ഷെ സർക്കാർ കൊടുക്കുന്നില്ലേ? SSK സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ലേ? കൊടുത്തു. ഞാൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ബാക്കി പറയാം. ആ പൈസ എവിടുന്ന് എടുത്തു കൊടുക്കുന്നത്? അപ്പൊ ആ പൈസ ഇതിന് കൊടുക്കാം. ഏത് പൈസ? ഈ SSK ഇപ്പൊ നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ അധ്യാപകർ, അത് എവിടുന്ന് എടുത്തു കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ നിലവിലുള്ള സാമ്പത്തികത്തിൽ നിന്ന് തന്നെ. ആ സാമ്പത്തികം എടുത്ത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാലോ. അപ്പൊ അത് മുടക്കിയില്ലേ? അത് മുടക്കുമ്പോ ആ പൈസ അവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകേണ്ട സാഹചര്യമായില്ലേ? അപ്പൊ അവർ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ പ്രഖ്യാപിക്കുമ്പോൾ ജനം സംശയിക്കൂലേ ഷാജി? ജനത്തിനൊരു സംശയമില്ല. ഇത് കണക്കുള്ള ആൾക്കാർക്കേ ഉള്ള സംശയം. ജനത്തിനറിയാം ഈ പെൻഷൻ കിട്ടുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നും. പിന്നെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ പിന്നെ ഇലക്ഷന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ ഇടയ്ക്ക് പിന്നെ വർഷം തോറും കൂട്ടാവെന്ന് പറഞ്ഞ കൂട്ടാതിരുന്നതിന്റെ കാരണം എല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പൊ ബാക്കിയുള്ള പിന്നെ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു ഒരു ഇഡ്ഡലിക്ക് പിന്നെ 30 രൂപ 2 ഇഡ്ഡലി നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, അദ്ദേഹം അമേരിക്കയിൽ പോയി ജോലി ചെയ്യല്ലേ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചുറ്റുപാടുമുള്ള തിരുവനന്തപുരത്ത് വീടുണ്ടല്ലോ, ചുറ്റുപാടുള്ള 10 പേർക്ക് അയാളുടെ ചെലവിൽ ജീവിക്കട്ടെ. അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം അയാൾ ആരെ സഹായിക്കുന്നുണ്ടോ? നമുക്കറിയില്ലല്ലോ. പിന്നെ മാത്രമല്ല ഷാജി അന്ന് പറഞ്ഞൊരു വലിയ ആശയപരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവരുടെ കയ്യിൽ നിന്നെല്ലാം എടുത്തു കൊടുക്കുന്നതിന് ഒരു കാലത്ത് ന്യായീകരിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അയാളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുക, അങ്ങനെയല്ല, അതൊരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ആ ആശയം ഉണ്ടാകുന്നത്. അല്ല, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എടുത്തു കൊടുത്തുകൂടെ? അങ്ങനെയല്ല. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന വലിയ അല്ല, അതാണ് നിങ്ങൾ കേൾക്കൂ. ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ അവരെ പലപ്പോഴും ആക്ഷേപിക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആദ്യം കൊടുക്കുന്നത്. അങ്ങനെയല്ല, അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ പൗരനും സർക്കാരിന്റെ സമ്പത്താണ്. ഓക്കെ, ശരി, എനിക്ക് സമയം കഴിഞ്ഞു. അല്ല, മനുവിന് എന്ത് തോന്നുന്നു? 2000 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് ഒരു ഇഡ്ഡലിക്ക് 60 രൂപയാണ്. അതുകൊണ്ട് നാണമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനുവിന് എന്ത് തോന്നുന്നു ആ ഒരു അഭിപ്രായത്തോട്? അല്ല, അതിന് ഞാൻ അപ്പൊ പറഞ്ഞല്ലോ, ബാലിശമായ വർത്തമാനമാണ്. അദ്ദേഹത്തിന് ഒരു ബോധവും ഇല്ലാതെയാണ് ഇതിനായി കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആരെങ്കിലും പറയുമോ? ഏതെങ്കിലും രാഷ്ട്രീയ വിരോധികൾ പറയുമോ ഇത് ഈ വർത്തമാനം? പാവപ്പെട്ടവന് 2000 രൂപ കിട്ടുന്നവൻ ആശ്വാസം കൊള്ളുന്നത് എത്രയോ പേരുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മക്കളെ നേരെ കൈ നീട്ടണ്ട എന്ന് കരുതിയിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഉണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പൊ ഒരു മരുന്ന് വാങ്ങിക്കാനോ പിന്നെ അവിടെ വന്നിരുന്നുണ്ട് ഇമാതിരിയുള്ള ഉടക്ക് ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ആളുകൾക്ക് 2000 രൂപയെങ്കിൽ 2000 രൂപ കൂടുതൽ കിട്ടിയാൽ അത്രയും സന്തോഷം. ബന്ധപ്പെട്ട് പറയാനുള്ളത്. യെസ്, ഓക്കെ. അപ്പം ശ്രീ റഷീദ് ഒറ്റ വാക്കിൽ നിർത്തേണ്ടി വരുമായിരിക്കും, കാരണം എനിക്ക് സമയം തീരെയില്ല. ഓക്കെ, വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. സഖ്യകക്ഷിയായ രണ്ടാം പ്രബല കക്ഷിയായ ആ കക്ഷിയുടെ സെക്രട്ടറി വിനയ് വിശ്വം പറയുന്നു,
ഇതൊരു സർക്കാരാണ്. അപ്പൊ ആ തീർപ്പാക്കി ഇപ്പൊ ഒന്നായില്ലേ? എവിടെ ഒന്നായി? ജനങ്ങളുടെ മുമ്പിൽ ഇരു കക്ഷികളും പരിഹാസ്യരായില്ലേ? പിന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ 9 വർഷമായി ഭരിക്കുന്നു. ജനങ്ങൾക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് ഇവര് അന്ന് പ്രകടന പത്രിക ചെയ്തതെന്ന് ഇവര് പറയണ്ട. ഇന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി ഇതാ ചെയ്യുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് ജനങ്ങളല്ലേ തീരുമാനിക്കുക. ശരി, അത് നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് പ്രവീൺ അവിടെ നിന്ന് ഇത് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങായതുകൊണ്ട് ഫോൺ എടുത്തുന്നേ ഉള്ളൂ, കാരണം അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനുമാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ വിഷയം ഇതാണ്, ഈ വർധന നടത്തിയത് അത് ഇടതുമുന്നണിയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തുണയ്ക്കുമോ എന്നാണ്. അപ്പോൾ 31% ആളുകളെ പക്ഷേ തുണയ്ക്കുമെന്ന് പറയുന്നുള്ളൂ. 69% ആളുകൾ ഇത് തെരഞ്ഞെടുപ്പിൽ ഫലം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ആളുകൾക്ക് കൂടുതൽ പണം കിട്ടുന്നതിനോട് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പണം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകരുതെന്നൊരു വിമർശനം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ പൊതുവേദി കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.